സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സർവകലാശാല വൈസ് ചാൻസലർ. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ RSS ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ നിലപാടെടുത്തതിലുള്ള പ്രതികാര നടപടി. രജിസ്ട്രാർക്ക് വീഴ്ചയുണ്ടായെന്നാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. വേദിയിൽ ഉപയോഗിച്ച മതചിഹ്നം ഏതാണെന്ന് വ്യക്തമല്ലെന്ന വിചിത്രവാദവും ഉത്തരവിലുണ്ട്. രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ VC-ക്ക് നിയമപരമായി അധികാരമുണ്ടോ എന്നതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ സെനറ്റ് ഹാൾ ദുരുപയോഗപ്പെടുത്തിയതിനെതിരെയല്ലേ രജിസ്ട്രാർ നടപടിയെടുത്തത്? കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രത്തെ മാനിച്ചില്ലെന്നാണ് ഒരാരോപണം. ഭരണഘടന തന്നെ ആ ചിത്രത്തെ അംഗീകരിച്ചിട്ടില്ല. ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെ VC പെരുമാറുന്നത് കഷ്ടമാണ്. ഗവർണറുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് RSS സംഘടനയ്ക്ക് അനുകൂലമായി VC-യുടെ ഉത്തരവെത്തിയത്. സർവകലാശാല വൈസ് ചാൻസലറിന്റെ നടപടി ചട്ടവിരുദ്ധമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രി V ശിവൻകുട്ടിയും കടുത്ത ഭാഷയിലാണ് VC നടപടിയെ വിമർശിച്ചത്. VC-ക്ക് രജിസ്ട്രാറെ പിരിച്ചുവിടാൻ കേരള സർവകലാശാലകളുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് സാധ്യമല്ല. അത് അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണ്. അപ്പൊ സ്പഷ്ടമായും അധികാര ദുർവിനിയോഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ ആ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. സർവകലാശാല ചട്ടങ്ങൾക്ക് എതിരായാണ് ഈ നടപടി. രജിസ്ട്രാർ നിയമിക്കുന്ന സിൻഡിക്കേറ്റാണ്. അച്ചടക്ക നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരവും സിൻഡിക്കേറ്റിനുള്ളതാണ്. കേരള സർവകലാശാലയുടെ നിയമത്തിനും ചട്ടത്തിനും വിരുദ്ധമായി കേരള സർവകലാശാലയ്ക്കകത്ത് ഒരു മതചിഹ്നം ഉപയോഗിച്ചുള്ള പരിപാടി റദ്ദു ചെയ്യുവാൻ വേണ്ടി കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തീരുമാനിക്കുമ്പോൾ ആ റദ്ദു ചെയ്യുന്ന തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടി രജിസ്ട്രാർ തയ്യാറാകുമ്പോൾ ആ രജിസ്ട്രാർക്കിടെ നടപടിയെടുക്കുന്നതിലേക്ക് കേരള സർവകലാശാലയിലെ ചാൻസലറായിട്ടുള്ള ഗവർണറും VC-യും തയ്യാറായി മുന്നോട്ട് വരികയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് സർവകലാശാല നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അടിയന്തരമായി സർവകലാശാല രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി പിൻവലിക്കാൻ വേണ്ടി ഗവർണറും VC-യും തയ്യാറായില്ലെങ്കിൽ വലിയ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് SFI വേദിയൊരുക്കുമെന്നാണ് ഇവിടെ പറയുവെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ സർവകലാശാലയുടെ ചാൻസലറോട് SFI കൃത്യമായും പറഞ്ഞു വെക്കുന്നു, ഇത് കേരളമാണ്. ഇത് കേരളമാണ്. സർവകലാശാലയുടെ ചാൻസലറായിട്ടുള്ള ഗവർണർ ഭരണഘടന പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ സർവകലാശാലയുടെ ചാൻസലറെ ഭരണഘടന പഠിപ്പിക്കുവാനാണ് SFIയുടെ തീരുമാനമെന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാറിലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആയിരുന്നു മുഖ്യാതിഥി. 26 മാനദണ്ഡങ്ങളടങ്ങിയ കരാർ ഒപ്പിട്ടു നൽകിയതിനെ തുടർന്നായിരുന്നു VC-യുടെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ പരിപാടിക്ക് അനുമതി നൽകിയത്. കരാർ പ്രകാരം ഹാളിൽ മതപരമായ ചിഹ്നങ്ങളോ ആചാരങ്ങളോ നടത്താൻ പാടില്ല. എന്നാൽ പരിപാടിക്ക് മുന്നോടിയായി സംഘാടകർ ഹാളിൽ സംഘപരിവാർ പരിപാടികളിൽ ഉപയോഗിക്കുന്ന കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ ചിത്രം ഉപയോഗിച്ചു. വേദിയിലെത്തിയ ഗവർണർ ചിത്രത്തിനു മുന്നിൽ വിളക്കു കത്തിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് SFI നടത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട സെക്യൂരിറ്റി ഓഫീസറും PRO-യും വിഷയം രജിസ്ട്രാറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സെനറ്റ് ഹാളിലെത്തിയ രജിസ്ട്രാർ ചിത്രം എടുത്തുമാറ്റണമെന്നും അല്ലാത്തപക്ഷം പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു. എന്നാൽ പരിപാടിയുമായി സംഘാടകർ മുന്നോട്ട് പോവുകയായിരുന്നു. ഇതോടെ SFI പ്രതിഷേധം ശക്തമാക്കി. സെനറ്റ് ഹാളിലെ ചിത്രം സംഘർഷത്തിന് കാരണമാകുമെന്നും അതിനാൽ മാറ്റണമെന്നുമാണ് രജിസ്ട്രാർ നിർദ്ദേശിച്ചത്. എന്നാൽ കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം മതപരമായ ചിഹ്നമല്ലെന്ന് സ്ഥാപിക്കാനാണ് VC-യുടെ ശ്രമം. സംസ്ഥാനത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. അത് ആരെ പ്രീതിപ്പെടുത്താനാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതനിരപേക്ഷതയും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെതിരെ എടുത്ത ഈ പ്രതികാര നടപടിക്കെതിരെ കേരളം മൗനം പാലിക്കുമെന്നാണോ ചാൻസലറും വൈസ് ചാൻസലറും കരുതിയത്?